അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം പരലോക വിജയമാണ്. നമുക്കൊക്കെ സ്വർഗ്ഗം ലഭിക്കണം, അതെല്ലാവരുടെയും ആഗ്രഹമാണ്. അതിൽ സുന്നി മുജാഹിദ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ നമുക്ക് പരലോക വിജയം ലഭിക്കണമെങ്കിൽ, സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാം എന്താണ് വേണ്ടത്? നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകണം. യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അതും കൂടി നാം പഠിക്കണമല്ലോ. യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല വിഷയങ്ങളിലും. സമസ്തക്കാരും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിൽ നിൽക്കുന്നത് പോലും രാഷ്ട്രീയ വിഷയമല്ല, സ്വത്തുമായി ബന്ധപ്പെട്ടില്ലല്ല, മതപരമായ വിഷയങ്ങളിൽ തന്നെയാണ്. ഇസ്ലാമിലേക്ക് ആചാര അനുഷ്ഠാനമായി പുരോഹിതന്മാർ കടത്തിക്കൂട്ടിയ കാര്യങ്ങളെ എതിർത്തുകൊണ്ടാണ് മുജാഹിദുകൾ സംസാരിക്കുന്നത്. അപ്പോൾ ഏത് വിഷയം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും, നബിദിനം ആഘോഷമാകട്ടെ, അതല്ലെങ്കിൽ അവർ നടത്തുന്ന മറ്റുള്ള ആണ്ട് നേർച്ച, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, അങ്ങനെ എന്തൊക്കെ വിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളും, അതായത് സമസ്തക്കാരും സലഫികളും തമ്മിൽ തർക്കത്തിലുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ നമ്മളൊക്കെ തെളിവ് പിടിക്കുന്നത് എന്താണ്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അതുപോലെ തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്താണ് ഇതിനെ വിശദീകരിച്ചത്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അതായത് പ്രാമാണികമായിരിക്കണം നമ്മുടെ വിശ്വാസം. മുൻഗാമികൾ എന്താണോ നമുക്ക് പഠിപ്പിച്ചത് അതായിരിക്കണം നമ്മുടെ വിശ്വാസ കർമ്മകാര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് കൃത്യമായി നമുക്കെല്ലാവർക്കും അറിയാം. അത് സുന്നികളും ഏറെക്കുറെ അംഗീകരിക്കുന്നൊരു വിഷയമാണ്. പക്ഷേ പുരോഹിതന്മാർ മതത്തിലേക്ക് ഒരുപാട് പുത്തനാചാരങ്ങൾ കൊണ്ടുവന്നു, ബിദ്അത്തുകൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ വിശ്വാസപരമായി ശിർക്കും കുഫറും കലർന്ന വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. പുരോഹിതന്മാർ അതിലൂടെയൊക്കെ കണ്ടെത്തുന്നത് സാമ്പത്തിക ചൂഷണമാണ് എന്ന് ഏറെക്കുറെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മുടെ സമസ്തയുടെ AP വിഭാഗത്തിൻ്റെ പ്രഗത്ഭ പണ്ഡിതനായ മുജാഹിദുകൾക്കെതിരെ അവർ ആയുധമായി കൊണ്ട് നടക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അത് വിശദീകരിക്കുന്ന നമുക്കൊന്ന് കാണാം. ഒരു കാലത്ത് ഖുറാഫത്തിൻ്റെ, ഷിർക്കിൻ്റെ, ബിദ്അത്തിൻ്റെ പ്രചാരകനായിരുന്ന അദ്ദേഹം ഇപ്പോൾ കുറേ കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൗഷാദ് അഹ്സനിയെ പോലെയുള്ള യഥാർത്ഥ സമസ്തക്കാരൻ അവരൊക്കെ ഇയാളെ അരവഹാബി എന്ന രീതിയിലാണ് പറയാറുള്ളത്. അയാൾ ഏതാണ്ട് വഹാബി ചായ്വിലേക്ക് പോയിരിക്കുന്നില്ല, വഹാബി ആശയമാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയമല്ല, അതായത് സമസ്തായിസമല്ല പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ അവർ പറയാറുണ്ട്. നമുക്ക് ഏതായിരുന്നാലും ഒരു യഥാർത്ഥ വിശ്വാസി മുസ്ലിങ്ങളായി അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസിയായി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയിൽ നിന്ന് തന്നെ കേൾക്കാം. നിങ്ങൾ എൻ്റെ കാലശേഷം ജീവിക്കുമ്പോൾ ധാരാളം ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ എന്ത് വേണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. ഞാൻ പഠിപ്പിച്ച ചര്യയും എൻ്റെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. വഅള്ളു അലൈഹാ ബിന്നവാജിദ്. നിങ്ങൾ അത് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. ആര് വന്ന് ചുട്ടിയാലും തെറിച്ചു പോകാൻ പാടില്ല. അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ആ സംസാരം വളരെ കൃത്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ എതിരഭിപ്രായമില്ല, അങ്ങനെ എതിരഭിപ്രായം പറയുകയുമില്ല. എന്താണ് അത്? സഹാബാക്കളാണ് എന്ന്. റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിച്ച സഹാബാക്കളാണ് റസൂലുള്ളാഹിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ചത്, അതിലൊരു സംശയവുമില്ല. ആ പ്രവാചകൻ്റെ സഹാബാക്കൾ ദീനായിക്കൊണ്ട്, ഇസ്ലാമായിക്കൊണ്ട്, മുസ്ലിമായിക്കൊണ്ട് എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിക്കുക, അവരെങ്ങനെ ആചരിച്ചു അതുപോലെ ആചരിക്കുക, അവരെങ്ങനെ അനുഷ്ഠിച്ചു അതുപോലെ അനുഷ്ഠിക്കുക. അതാണല്ലോ യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞു, തർക്ക വിഷയം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്, അതായത് അഭിപ്രായ വ്യത്യാസം വരികയാണ് പല വിഷയങ്ങളിലും. അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടേക്കാണ് നോക്കേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? അവരിങ്ങനെയാണോ വിശ്വസിച്ചത്? ഇങ്ങനെയാണോ ആചരിച്ചത്? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇന്ന കാര്യങ്ങൾ സമസ്തക്കാരോടാണ്. ഇന്ന കാര്യങ്ങൾ ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഹദീസ് ഓതിക്കൊണ്ടാണല്ലോ ഇത് പറഞ്ഞത്. ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യങ്ങൾ ദീനാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. മനസ്സിലായല്ലോ? എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറുപടി പറഞ്ഞു, നിങ്ങൾക്കിത് തെളിവാണ്, നിങ്ങൾക്കിന്നത് തെളിവ്. അതല്ലാതെ എൻ്റെ ഉപ്പുപ്പാവും ഉമ്മ അങ്ങനെ ചെയ്തിനി, എൻ്റെ ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞത്, അതല്ല ദീനിൽ തെളിവ്. മനസ്സിലായല്ലോ?
എൻ്റെ ഉപ്പ മുമ്പ് സാധാരണ അങ്ങനെ പറയില്ല, എൻ്റെ ഉപ്പ മുമ്പ് അങ്ങനെ ചെയ്തത്, നിങ്ങൾ കുറേ മുജാഹിദാർ പുതിയ കുറേ പുത്തൻവാദം കൊണ്ട് വന്നിനി, അങ്ങനെയാണ് പറയാറുള്ളത്. അതായത് ഇങ്ങനെ പല്ലില്ലാത്തനെ പല്ല എന്ന് വിളിക്കുന്ന പോലെ മുജാഹിദികളെ ബിദായി എന്ന് വിളിക്കുക, എന്നാൽ ഉടുക്കാനും പുതുക്കാനും മാത്രം ബിദാത്തും ഖുറാഫാത്തും കൊണ്ട് നടക്കുന്ന സമസ്തക്കാരാണ് ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. വിചിത്രമായൊരു കാര്യമാണ്. അത് സംഘികൾ RSSകാർ മുസ്ലിങ്ങളെ തീവ്രവാദി എന്ന് പറയുന്നതിൻ്റെ വേറൊരു രൂപമായിട്ടാണ് ഞാൻ പലപ്പോഴും അതിനെ മനസ്സിലാക്കാറുള്ളത്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ്, പ്രവാചകൻ്റെ സഹാബാക്കൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ എവിടെയാണ് അതിന് തെളിവ്? ഒരു സഹാബിയും പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകനെ വിളിച്ച് തേടിയിട്ടില്ല. പ്രവാചകൻ്റെ കാലഘട്ടത്തിനോ ശേഷമോ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ മുസ്ലിയാക്കന്മാർ പറയാറുള്ളത് എന്താണ്, അള്ളാഹുമായി ഏറ്റവും അടുത്തവർ മഹാന്മാരാണ്, അവരെ ഇടയാളനാക്കിക്കൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനാണ് കൂടുതൽ ഫായിദ. അതായത് നമ്മൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത ആളാണ്, ഞങ്ങൾ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കുന്ന പോലെയാണ് എന്നൊക്കെ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്. നിഷേധിക്കുകയാണെങ്കിൽ തെളിവ് ഞാൻ കാണിച്ചു തരും, അതിനൊന്നും ഒരു സംശയവും വേണ്ട. ഇങ്ങനെയൊക്കെ നേരിട്ട് നിങ്ങളങ്ങനെ തേടാൻ വേണ്ടി കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അതിന് സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത് എന്താണ്, ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു എന്ന് തുടങ്ങുന്ന ആയത്ത് തെളിവായി പിടിക്കുമ്പോൾ പ്രവാചകൻ്റെ സഹാബാക്കൾ ഇങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടോ എന്ന ചോദ്യം ന്യായമാണ്. പേരോട് ഉറപ്പാണല്ലോ. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അള്ളാഹു നമുക്ക് ഇങ്ങോട്ട്, നമുക്ക് കുറേ ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് പറയും, മടവൂര്, ഉള്ളാളം കുഞ്ഞിക്കോയത്തങ്ങ, എന്താണ് മുനമ്പത്ത് ബീവി, ഓച്ചിറയിലെ ദാമോദരൻ അയ്യപ്പൻ, അങ്ങനെ തുടങ്ങി നിരവധി ആൾ, മുനമ്പത്ത് ചേച്ചി, ഇങ്ങനെ നിരവധി ആളുകൾ, ഇവരൊക്കെ ഞങ്ങൾ പറയുന്നത്, അതായത് നമ്മുടെ ഉസ്താദുമാർ പറയുന്നതാണ് മഹാന്മാരാണെന്ന്. എന്നാൽ മഹാന്മാരായ ആളുകൾ വേറെയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ, നിരവധി മഹാന്മാരായ ആളുകൾ, അതിലൊന്നും ആർക്കും സംശയമില്ലാത്ത വിഷയമാണ്. എന്നാൽ ഇവിടെ സംശയമുള്ള കുറേ ആൾക്കാർ ഇവർ വലിയ സംഭവമായി സി എമ്മടപുരം ലോകം നിയന്ത്രിക്കുന്നതൊക്കെ പറയുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഞാൻ തിരിഞ്ഞത്. കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇവരൊക്കെ മഹാന്മാരാണ്, വലിയകളാണ്, അവർക്ക് ഇന്ന കഴിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരോട് ഈ തേടുന്നത്. അവിടെ നിങ്ങൾ വാദിക്കുന്ന വാദങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്ന കുറേ മഹാന്മാരുണ്ട്. ഉലുൽ അസ്മിൻ്റെ ഗണത്തിൽപ്പെട്ട 5 പ്രവാചകന്മാരുണ്ട്. അതിൽ ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞ എന്താണ്, വത്തഖുല്ലാ ഇബ്രാഹിം ഖലീല, എൻ്റെ ആത്മമിത്രമാണ് എന്ന്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഉസ്താദ്മാർ വായതിലൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമസ്തക്കാർ ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അത് വേറെ വിഷയം. അത് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിലൊരു ചോദ്യമായി എടുക്കാം. എന്നാൽ സഹാബാക്കൾ ഇബ്രാഹിം നബിയെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയത്, ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചത്, മനസ്സിലായല്ലോ. എൻ്റെ രോഗം മാറ്റിത്തരണേ, എൻ്റെ പ്രയാസം നീക്കിത്തരണേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണേ, ബദറിൽ സഹായിക്കണേ, ഉഹദിൽ സഹായിക്കണേ, അതേപോലെ തന്നെ കുട്ടിയെ തരണേ എന്നിങ്ങനെ തേടിയ വല്ല പ്രാർത്ഥനയും വല്ല ഇസ്തിഗാസയും എവിടെയെങ്കിലും ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പറ്റുമോ? സഹാബാക്കൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മഹാന്മാരെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നതാണ്, മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. ഈ വിശ്വാസം സഹാബാക്കൾക്കുണ്ടായിട്ടുണ്ടോ? ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം. CM സ്മരണിയിലൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നലെ വരെ വായിച്ചതാണ്, പലപ്പോഴും നമ്മൾ വായിക്കുന്നതാണ്. ഒരു കുദ്സിയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയും. ഈ വിശ്വാസം സഹാബാക്കൾക്കുണ്ടായിട്ടുണ്ടോ മഹാന്മാരുടെ പേരിൽ? നിങ്ങളൊന്നത് പറഞ്ഞു തരണം, ആധികാരിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞു തരണം. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ അതായത് ഇപ്പോൾ പല വിഷയങ്ങളും സമസ്തക്കാർ പുതിയതായി കൊണ്ടുവന്ന് നല്ലതാണ് എന്ന് വാദിക്കുന്നുണ്ട്. അതിനൊക്കെ തെളിവ് ആയി പറയുന്നുണ്ട്. പേരോട് അബ്ദുൽ മസ്തക്കാഫി തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഖുർആൻ ക്രോഡീകരിച്ചത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് മതത്തിൻ്റെ ആചാരമോ അനുഷ്ഠാനമോ അല്ല, അത് നമുക്കറിയാം. എന്നാൽ അതിന് കൂലി കിട്ടുമോ? കൂലി കിട്ടും, അതിലൊന്നും ഒരു സംശയമില്ല, മനസ്സിലായല്ലോ. എന്നാൽ ആചാരമായി അനുഷ്ഠാനമായി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സമസ്തക്കാർ കൊണ്ടുവന്ന് വന്നതുപോലെ എന്തെങ്കിലും ഒന്ന് പുതുതായി ഇസ്ലാമിലേക്ക് പ്രവാചകന് പഠിപ്പിച്ച് തന്നിട്ടില്ല, പ്രവാചകൻ്റെ കാലഘട്ടത്തിലില്ലാത്ത മതത്തിൻ്റെ ആചാരമായി അനുഷ്ഠാനമായി ഇന്ന പുണ്യം അതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ കൊണ്ടുവന്ന ഒരു ആചാരം, ഒരു അനുഷ്ഠാനം ഒന്ന് പറഞ്ഞു തരുമോ? നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. കാരണം പ്രവാചകൻ്റെ സഹാബാക്കൾ മനസ്സിലാക്കിയ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവർ ബദരീങ്ങൾ ആണ്ട് കഴിക്കാറുണ്ട്. ബദർ എന്നാണ് ഉണ്ടായത് എന്നറിയാം, ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ ആരൊക്കെയാണെന്നറിയാം, അവരുടെ മഹത്വം ഒക്കെ നമുക്കറിയാം. പക്ഷെ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഖലീൽ ബുഖാരിയെ പോലെയുള്ള AP സംസ്ഥയിലെ മുതിർന്ന പണ്ഡിതന്മാർ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥന രൂപം പഠിപ്പിക്കുന്നുണ്ട്. കാന്തപുരത്തിൻ്റെ മകൻ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതുമാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസം, അങ്ങനെയുള്ളൊരു പ്രാർത്ഥന സഹാബാക്കൾ നടത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ബദരീങ്ങളെ ആണ്ട് കഴിക്കുന്ന സിസ്റ്റം മനസ്സിലായല്ലോ. തവസ്സുൽ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് തവസ്സുൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബദരീങ്ങളെ മഹത്വം പറയലാണെന്ന് പറഞ്ഞ് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ബദരീങ്ങളെ കാവൽ ചോദിച്ചുകൊണ്ട് അങ്ങനെ സഹാബാക്കൾ അങ്ങനെ ബദരീങ്ങളെ ആണ്ട് കഴിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ബദരീങ്ങളെ മഹത്വം പറഞ്ഞു എന്നതല്ല, അത് മുജാഹിദുകളും പറയുന്നുണ്ട്, അതല്ലല്ലോ വിഷയം.
എന്നാൽ ബദിനികളെ ആണ്ട് കഴിക്കുക, എന്നിട്ട് മഹത്വം പറയുക എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ. ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായുള്ള സംശയമാണ്. ഇനിയും ഒരുപാട് ഇതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉറൂസ്, ആണ്ട്, നേർച്ച എന്നൊക്കെ പേരിട്ടുകൊണ്ട് നിങ്ങൾ ഉത്സവങ്ങൾ നടത്താറുണ്ട്. ഇത് ഇസ്ലാമികപരമായി എന്ത് തെളിവാണ് അതിനുള്ളത്? അപ്പോൾ കബർ കെട്ടിപ്പൊക്കുന്നു, അതുപോലെ തന്നെ അതിന് സിമെൻ്റ് ഇട്ട് ആ ഒരു രീതിയിൽ നമുക്കറിയാലോ. മക്ബറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം രൂപം മനസ്സിൽ വന്നല്ലോ. ആ രൂപത്തിൽ മക്ബറ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പച്ചത്തുണി പുതപ്പിച്ചുകൊണ്ട് അവിടെ ഒരു പൂജാരിയെ നിർത്തിച്ചുകൊണ്ട് എണ്ണവിളക്ക് കത്തിച്ചുകൊണ്ട് ഒരു പണപ്പെട്ടി അവിടെ വെച്ചുകൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് തലയിലേക്ക് മയിൽപ്പീലി കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ ഇങ്ങനെ തടയിക്കൊണ്ടും അതുപോലെ തന്നെ അതിന് പ്രത്യേക രീതിയിലുള്ള കുറേ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തെളിയുന്നുണ്ടാവും പലതും പറയുന്നത് കേൾക്കുമ്പോൾ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ? അവരിന്ന് അതിൽ മാതൃകയുണ്ടോ? അവർ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പ്രവാചകൻ്റെ കവർ കെട്ടിപ്പൊക്കി ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളതൊന്ന് തെളിയിച്ചു തരണം. അതുപോലെ തന്നെ നബിദിനമാഘോഷം. നബിദിനമാഘോഷത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് എന്താണ്? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ്, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നാണ്. സൂറത്ത് യൂനസിലെ 58-ാമത്തെ ആയത്ത് കുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത് അതിന് തെളിവാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പ്രവാചകനെ നേരിട്ട് കേട്ട് പഠിച്ചതാണല്ലോ ഈ ആയത്ത്. ആ പ്രവാചകൻ സഹാബാക്കൾക്ക് ഇത് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം. പ്രവാചകൻ്റെ സഹാബാക്കൾ ബർത്ത്ഡേ ആഘോഷിച്ചതൊന്ന് കാണിക്കണം. അവരിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കേണ്ടത് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ അതെവിടെയാണുള്ളത്? അതൊന്ന് നിങ്ങൾ കാണിച്ചു തരണം. ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഖുർആനിൽ ആയത്തുണ്ട്. 2 പെരുന്നാളിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ വലിയ പെരുന്നാളിന് എങ്ങനെ പള്ളിയിലേക്ക് പോകണം, ഇല്ലെങ്കിൽ ഈദ് മുസല്ലയിലേക്ക് പോകണം. ചെറിയ പെരുന്നാളിന് എങ്ങനെ ഈദ് മുസല്ലയിലേക്ക് പോകണം. കൃത്യമായി ഭക്ഷണം കഴിച്ചിട്ടാണോ പോകേണ്ടത്, ഭക്ഷണം കഴിക്കാതെയാണോ പോകേണ്ടത്, അതുപോലെ തന്നെ വസ്ത്രം എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നബിദിനം ആഘോഷം പഠിപ്പിച്ചു തന്നിട്ട് എവിടെയും കാണുന്നില്ല. ഉണ്ട് എങ്കിൽ എന്താണത്? അതൊന്ന് കാണിച്ചു തരണം. അത് എന്താണ് തെളിവ് നിങ്ങൾക്ക്? അതൊന്ന് കാണിച്ചു തരണം. അതുപോലെ തന്നെ ബുർദ വെറുതെ ചെല്ലുന്ന മുസ്ലിയാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാനെന്ന് നമുക്കറിയാം, പക്ഷേ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ തെളിവൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അത് നിങ്ങൾ മതത്തിലേക്ക് പുതുതായി കൊണ്ടുവന്ന കാര്യമാണ്. സലാത്ത് വാർഷികം, അങ്ങനെ സലാത്ത് വാർഷികം ചെയ്യുക, സലാത്ത് പാർസലയക്കുക, സലാത്ത് കച്ചവടം നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രാമാണികത ഒന്ന് നിങ്ങൾ വ്യക്തമാക്കി തരണം. അതുപോലെ തന്നെ പ്രാർത്ഥനാ മജ്ലിസ്, ഇങ്ങനെയുള്ള കുറേ സിസ്റ്റങ്ങളുണ്ട്. അത് ആര് പഠിപ്പിച്ചതാണ്? അതുപോലെ തന്നെ അതിന് പ്രത്യേക സയ്യിദന്മാരെ കൊണ്ടുവരിക. ഒരു രൂപൻ്റെ ഇല്ലെങ്കിൽ ഒരു 5 രൂപൻ്റെ ഒരു ഉദാഹരണമായി ആ 5 രൂപൻ്റെ കോഴിമുട്ട എടുത്ത് അത് ലേലം വിളിച്ച് 20,000-നും 30,000-നും ലേലത്തിന് എടുപ്പിക്കുക. അതൊക്കെ ഫണ്ട് റൈസിംഗ് ആണ് എന്ന് ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ എന്ത് മാതൃകയാണുള്ളത്? ഈ രീതിയിൽ പിന്നെ അവിടെയും മന്ത്രി ചൂതി ഇങ്ങനെ ഉസ്താദ് ഊതിയതാണ്, ഇല്ലെങ്കിൽ ഉസ്താദ് ഇങ്ങനെ ചെയ്തതാണ്, ഇല്ലെങ്കിൽ ഇന്നെടുക്കുന്ന കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു ഫണ്ട് റൈസിങ് ആര് പഠിപ്പിച്ചതാണ്? അതും നിങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു തരണം. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ, ഹൽക്ക, ഹദ്ദാദ്, റാത്തീബ്, കുത്തുബിയത്ത്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ അസിൽ എവിടെ നിന്നാണ്? പ്രാമാണികമായി നിങ്ങളിതൊക്കെ വലിയ പുണ്യം കിട്ടുന്ന കാര്യം, ഇതെല്ലാം നേരം പോക്കിന് ചെയ്യുന്നതൊന്നല്ലോ. ഇതൊക്കെ വലിയ പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ് എന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് പാമര ജനതയെ കൊണ്ട് ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അവരുടെ സമയവും സമ്പത്തും ചിലവാക്കിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിന് ആധികാരിക പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് വിശദീകരിക്കുക. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരല്ലോ. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം. മുസ്ലിയാക്കന്മാർ ഇതിന് മറുപടി പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. എന്നെ കുറേ തെറി പറയുമെന്നതിനപ്പുറം ഒരു മറുപടിയും ഇവർക്ക് ഉണ്ടാകില്ല. ഇതൊക്കെ അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നതിൽ ഒരു സംശയം എനിക്കില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.